ഹായ്. എനിക്ക് ഒന്ന് രണ്ട് കോളുകൾ വന്നു. എക്സാം കഴിഞ്ഞു, മോഡൽ എക്സാം കഴിഞ്ഞു, പബ്ലിക് ആവാനായി. നല്ല ടെൻഷൻ ഉണ്ട്, നല്ലൊരു ആദി. അപ്പൊ ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാതിരിക്കും. ഒന്നുമില്ല, എക്സാമിനെ പ്രണയിക്കാൻ വേണ്ടി ശ്രമിക്കുക. പ്രണയോ സാർ? അത് എന്തിനാണത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു പ്രണയം ഉണ്ടെങ്കിൽ അവരിന്ന് സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിലൊന്നും വന്നിട്ടില്ല എങ്കിൽ നമുക്ക് ടെൻഷനാവും. എന്താ വരാത്തത്, ഇന്ന് കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആദ്യമാവും. അപ്പൊ എക്സാമിന് അതുപോലെ പ്രണയിക്കാൻ ശ്രമിക്കുക. എക്സാമിന് പ്രണയിച്ചാലുള്ള നേട്ടം എന്താ? എക്സാം എന്താ വരാത്തത്, എക്സാം വരുന്നു എന്നുള്ള ടെൻഷനല്ല വരാ, പിന്നെന്താ വരാ, എക്സാം എന്താ വരാത്തത് എന്നുള്ള കാര്യമായിരിക്കും വരും. അപ്പൊ എക്സാമിനോട് പ്രണയിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഒരു 6 കാര്യങ്ങളാണ്. രണ്ടാമത്തെ കാര്യം വരുന്നത് അണ്ടർസ്റ്റാൻഡിങ്. കടലോളം പഠിച്ചാൽ മറന്നു. അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. എന്തിനു പഠിക്കുന്നു, എങ്ങനെയാണ് പഠിച്ചുള്ള നേട്ടം എന്തൊക്കെ, ഉപകാരം എന്തൊക്കെയാണ്, ലൈഫിൽ കാര്യമുണ്ടോ എന്ന പോലത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. 2. മൂന്നാമത്തെ കാര്യം കീനോട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല. എന്താ കീനോട്ട്? കോപ്പി അടിക്കാൻ വേണ്ടി നമ്മൾ എഴുതാറുണ്ടല്ലോ, സെയിം സാധനം. കോപ്പി അടിക്കാൻ കൊണ്ടുപോകാനല്ലേ, മറിച്ച് അതെന്ത് എഴുതി പഠിക്കുക. അത് എഴുതി വെച്ച്, വലതുഭാഗത്ത് എഴുതി വെച്ച് ചെറിയ ചെറിയ കുഞ്ഞു നോട്ടാക്കിയിട്ട്, അപ്പോൾ വലിയ ടെക്സ്റ്റ് ബുക്കിനെ, ഒരു ബയോളജി ആയാലും മാത്സ് ആയാലും വലിയ കണ്ടന്റിനെ നമുക്ക് കുഞ്ഞു സെക്ഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റും കീനോട്ട്. ഓക്കെ. 4ാമത്തെ കാര്യം എന്താണ്? ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരുപാട് പ്രാക്ടീസ് ചെയ്യുക, നന്നായി പ്രാക്ടീസ് ചെയ്യുക. മിനിമം ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. പിന്നെ പ്രിപ്പറേഷൻ ഹൈ ആണോ, കോൺഫിഡൻറ്റ് ഓട്ടോമാറ്റിക്കലി വന്നോളടാ. എങ്ങനെ? പ്രിപ്പറേഷൻ ഹൈ ആയാൽ കോൺഫിഡൻറ്റ് ഓട്ടോമാറ്റിക്കലി വരും, ഭയങ്കര കോൺഫിഡൻറ്റ് വരും. പ്രിപ്പറേഷൻ ലോ ആണെങ്കിലോ കയ്യിൽ നിന്ന് പോകും, ടെൻഷനോ. എക്സാം പ്രിപ്പറേഷൻ കൂട്ടാൻ ശ്രമിക്കുക. ഇതൊന്നുമില്ലെങ്കിലും കണ്ണടച്ച് വിഷ്വലൈസ് ചെയ്യുക. എന്താ വിഷ്വലൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ണടച്ച് ആലോചിക്കുക, ദിവാസ്വപ്നം കാണാം. എങ്ങനെ? എക്സാമിന് പോകുന്നു, എക്സാമിന് പരീക്ഷ ചെയ്യുന്നു, നമ്മൾ പഠിച്ചതൊക്കെ വരുന്നു, നോക്കണേ, നമ്മൾ പഠിച്ചതൊക്കെ വരുന്നു, എക്സാം എഴുതുന്നു, ഫുൾ മാർക്ക് കിട്ടുന്നു, ഫുൾ A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടി. നാട്ടിൽ മൊത്തം ഉപ്പക്കും ഉമ്മക്കും അച്ഛനമ്മക്കൊക്കെ സന്തോഷം, ഫ്ലക്സ് ഉയർത്തുന്നു, ഇൻസ്റ്റിറ്റ്യൂട്ടിന് സന്തോഷം, എല്ലാവർക്കും ഹാപ്പി. നമ്മളിങ്ങനെ നാട്ടിൽ നിറഞ്ഞു നിൽക്കുന്നതൊന്നും സ്വപ്നം കണ്ടോക്കി, വേറെ ലെവലാവേ. അപ്പോൾ പ്രണയം ഉണ്ടോ നിങ്ങൾക്കും എക്സാമിനോട്?